എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശിക്ഷയാണ്. നമ്മളിൽ പലരും കരുതി വെച്ചിരിക്കുന്നത് എന്നെ മനസ്സിലാക്കാനോ എന്നെ സഹായിക്കാനോ ആരുമില്ലാത്തത് എന്റെ എന്തോ ഒരു ദോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെ സഹായിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുള്ളൂ? അങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മളെ താങ്ങിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമല്ല. നമുക്ക് തന്നെ ഉയരാനും നമുക്ക് തന്നെ വളരാനും സാധിക്കും. അതുകൊണ്ട് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിനെ ഒരു ശിക്ഷയായിട്ട് കാണാതെ നമ്മളുടെ ഒരു പരിശീലന കാലം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ നമ്മളിലേക്ക് തിരിയാനുള്ള ഒരു അവസരമായിട്ട് കാണാനായിട്ട് നമ്മൾ പഠിക്കണം. ഈ പ്രകൃതിയിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത്. പിന്നെ നമ്മൾ മാത്രം എപ്പോഴും എന്നെ ഒരാൾ താങ്ങിയാലേ, അല്ലെങ്കിൽ എന്നെ ഒരാൾ സപ്പോർട്ട് ചെയ്താലോ, എന്നെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്താലോ മാത്രമേ ഞാൻ മുമ്പോട്ട് പോകൂ എന്ന് ചിന്തിക്കുന്നത് നമ്മളുടെ തന്നെ ചിന്തയുടെ ഒരു കുഴപ്പം കൂടെ ആണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. പക്ഷേ മനുഷ്യരാണ്, ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓർക്കും ഒരു താങ് എനിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവും. പക്ഷെ അതോർത്ത് ജീവിതകാലം മുഴുവൻ വ്യസനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മുമ്പോട്ട് ഒരിക്കലും പോവില്ല. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഞാനെന്ന വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കടമകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നേടേണ്ടതായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ഒരു ദോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് ആരും എന്നിലേക്ക് അടുക്കാത്തത്, അല്ലെങ്കിൽ ആരും എനിക്ക് ഒരു കൂട്ടില്ലാത്തത് എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മൾ മാറ്റി വെച്ച് എന്നെ മനസ്സിലാക്കാനുണ്ട്. കാരണം തനിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ഇടയിലായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താണെന്നോ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, കുറവുകൾ എന്താണ്, നമ്മുടെ ശക്തി എന്താണ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കുറച്ചു സമയം തനിച്ചിരിക്കുമ്പോൾ തന്നെയാണ് എന്നുള്ള, അല്ലെങ്കിൽ ആരുമില്ല എന്നുള്ള ആ വിഷമം മാറ്റി വെച്ചിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് നമ്മളെ കുറിച്ച് കൂടുതലൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്റെ ഇഷ്ടങ്ങൾ ഏത്, അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കാം എന്റെ ഇഷ്ടങ്ങൾ ഏത്, എനിക്ക് വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ത്. അങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഒരുപാട് വിഷമത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ നമുക്കൊരു സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാം. ഇന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ എനിക്ക് ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താലേ എനിക്ക് എന്നെ തന്നെ കൂടുതൽ സന്തോഷിപ്പിക്കാനും എനിക്കൊരു പ്രോത്സാഹനം കിട്ടും എന്നുള്ളതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ തനിച്ചാണ് എന്നുള്ളതിനെ ഒരു കുറവായിട്ട് കാണാതെ തനിച്ചായിരിക്കുന്ന അവസ്ഥ എനിക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാനും എന്നെ കൂടുതൽ വളർത്തിയെടുക്കാനുമുള്ള ഒരു അവസരമായിട്ട് കാണാൻ പഠിക്കും.